ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് മാത്രം പോയ വ്ളോഗാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് രജിസ്റ്ററിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണിത്. അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന രീതിയിൽ നമ്മുടെ മുംബൈയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഗോരി ടീ കുടിച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഒരു ടീ ഒക്കെ കുടിച്ച് ഒരു ഫ്രഷ് മൈൻഡോട് കൂടി നമ്മളിതാ പോവാൻ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. മധുരം ചായ. ഐശ്വര്യ സേ ഹായ്. അങ്ങനെ നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ ചക്കാല മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചക്കാല മെട്രോ സ്റ്റേഷനിലെത്തി. ആക്ച്വലി നമ്മൾ 2 ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളാണ് അവിടെ ഫസ്റ്റ് എത്തിയത്. അപ്പോൾ ചക്കാല മെട്രോ സ്റ്റേഷനിലെത്തി നമ്മൾ വേഗം ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോഴാണ് നമ്മൾ കുറച്ച് നേരം അവരെ കോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവർ വേറെ സ്റ്റേഷനിലേക്കാണ് പോയത്, വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ. നമ്മളെന്ത് വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് അവരെ നമുക്ക് കോപ്പറിലെത്തിയിട്ട് നമുക്ക് അവരെ മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഘാട്ട് കോപ്പറിൽ നമ്മൾ തന്നെയാണ് പിന്നെയും ഫസ്റ്റ് എത്തിയത്. സോ നമ്മൾ നീഡലിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് നമുക്കൊരു മുംബൈയിൽ ഇവിടെ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് നമുക്ക് എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തു. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് വന്നു, നമ്മളുടെ ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി അങ്ങനെ നമ്മൾ ഫൈനലി നീഡൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ നീരതെത്തി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 300 പേരിലുള്ള ക്യൂവിൽ 2 മണിക്കൂർ നിന്ന് അങ്ങനെ ഫൈനലി നമുക്ക് വണ്ടി കിട്ടിയിരിക്കുകയാണ്. ആ വണ്ടി കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്തിൽ കാണുന്നത്. ഇനി ഒരു 5 കിലോമീറ്റേഴ്സ് ഹിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് ട്രാവൽ ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മളിതൊരു ഈദിൻ്റെ ഡേയിലാണ് നമ്മൾ പോകുന്നത്. സോ അപ്പോൾ വീക്കെൻഡാണ്, ഈദിൻ്റെ ഹോളിഡേ ആണ്. സോ എല്ലാവരും ഉള്ളതുകൊണ്ടായിരുന്നു ഇത്രയും റഷ്. അല്ലെങ്കിൽ ഓൺ എ നോർമൽ ഡേ അവിടെ അത്രയും റഷൊന്നും അധികം ഉണ്ടാവാത്തൊരു നേച്ചർ വൈബ് കിട്ടുന്ന നമ്മളൊരു അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്തേരാൻ മിക്കവർക്കും അറിയുണ്ടാവും. ആക്ച്വലി അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു വാലിയുടെ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്, ആസ് യു ക്യാൻ സീ ഓൺ മൈ വ്ലോഗ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി നാട്ടിൽ നമ്മൾ വന്ന് വിട്ട് മാറി നിന്ന് ഇത്രയും വർക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു 1 ഡേ നമ്മുടെ ഹോം ടൗണിലെത്തിയൊരു ഫീലായിരുന്നു എനിക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു വൈബൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വാട്ട് ഐ ഗോട്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അടിപൊളി പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 5 കിലോമീറ്റേഴ്സ് നമ്മളിങ്ങനെ വാനിൽ അവർ നമുക്ക് ഹയർ ചെയ്യുന്നുണ്ടാവും. പെർ ഹെഡ് 100 റുപ്പീസാണ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ ബ്ലോക്കായിരുന്നു ആക്ച്വലി. അങ്ങനെ വലിയ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുത്ത് പറഞ്ഞു, പകുതിക്ക് വെച്ച് നമ്മളോട് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് ഇനി നടന്നു പോയ ഒരു 2 വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളവിടെ എത്തുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 വളവ് എന്നുള്ളത് ഒരു 3 കിലോമീറ്റർ ഞങ്ങൾ നടക്കേണ്ടതായിട്ടൊക്കെ വന്നു. ബട്ട് ഗൈസ് ട്രസ്റ്റ് മീ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന എക്സ്പീരിയൻസൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ നമ്മൾ ഇറക്കി വിട്ട പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കുറേ ദൂരം നടന്നിട്ടാണ് പോയത്. എനിക്ക് ടോട്ടൽ ഇറക്കി വിട്ടപ്പോൾ എന്തോ പ്രാന്തായി. നല്ല സന്തോഷമായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും നടക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും നടന്നിട്ടാണ് ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നമ്മളൊരു ടോപ്പ് എത്തിക്കഴിഞ്ഞു. എനിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആകുന്നുണ്ടായിരുന്നു. നമ്മൾ ടോപ്പിലേക്കല്ലേ നടക്കുന്നത്. അങ്ങനെ ഫൈനലി നമുക്കൊരു മാത്തേരാൻ്റെ ഉള്ളിലെത്തിയേക്കാണ്. നമുക്ക് റെയിൻ കോട്ടും പിന്നെ ഫോൺ കവേഴ്സും ഒക്കെ അവിടെ നമുക്ക് പൈസയ്ക്ക് 100 റുപ്പീസ് 50 റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഇട്ട് നമ്മളവിടെ എത്തിയത് ഒരു റൈറ്റ് ടൈമിലായിരുന്നു. നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്ന് കാണിക്കുന്നതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക ആഹ്ലാദ പ്രകടനമാണ് ഗൈസ്. ഐശ്വര്യ അവിടെ എത്തിയ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. എന്താ ഒരു ഭംഗി. നമുക്കവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഓട്ടോ ഹയർ ചെയ്യാം, നമുക്കങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മളതൊന്നും ചെയ്തില്ല. ബട്ട് ദാറ്റ് എൻട്രി കണ്ടോ, ദാ ഹോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ പേടിച്ച് ഗൈസ്.
പിന്നെ നമ്മളവിടെ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ടല്ല നമ്മുടെ മാങ്ങ എന്താ പറയുക ഉപ്പും മുളകും ഇട്ടിട്ട് നമുക്ക് തന്നായിരുന്നു. അതുപോലെ കോണ് കഴിച്ചു. നമ്മളങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഡേ ആയിരുന്നു അത്. वॉलेट अंदर रखो ना। ओके മാത്തൂരാൻ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ടോയ് ട്രെയിൻസ് ആണ്. അതുപോലെ അവിടുത്തെ എക്കോ പോയിൻറ്റ്സ്, ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ലോയിസ് പോയിൻറ്റ്, ടോയ് ട്രെയിൻസ്, എക്കോ പോയിൻറ്റ്, പാനോരമ, അലക്സാണ്ടർ പോയിൻറ്റ്, അങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. സോ ഒരു 1 day ട്രിപ്പ് അല്ലെങ്കിൽ ഒരു 2 day ട്രിപ്പിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു. യു ഗൈസ് ഓൾസോ എൻജോയ്. താങ്ക് യു ഫോർ വാച്ചിങ്.